അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ ട്രിപ്പ് പോയപ്പോൾ നമ്മൾ പോയ സ്ഥലങ്ങളുടെ പേര് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ്. പിന്നെ അവിടുത്തെ പ്രത്യേകതകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പോയത് 2 സ്ഥലങ്ങളിലാണ്. മൊന്താനിയ സ്പഖാത്ത ഗേത്തയിലും പിന്നെ ഗേത്ത ബീച്ചിലാണ് നമ്മൾ പോയത്. മൊന്താനിയ സ്പഖാത്ത ഗേത്തയിൽ അവിടെ ഉള്ളത് യേശുവിനെ കുരിശി തറച്ചപ്പോൾ പാറ പിളർന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. നമുക്ക് പാറ പിളർന്നതും കണ്ടിട്ട് വരാം. പിന്നെ രണ്ടാമത്തെ ഗേത്ത ബീച്ചിലെ കുറച്ച് വീഡിയോസ് ആണ്. അതെനിക്ക് അത്ര പേർക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടിയ ഭാഗങ്ങൾ ഞാൻ ഇതിനകത്ത് ഇടണ്ടായിരിക്കും. അപ്പൊ ഗൈസ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരൂ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് സെക്കൻഡ് സ്പോട്ടിലേക്ക് പോവാണ്. സ്പോട്ടിന്റെ പേര് പറഞ്ഞു കൊടുക്കൂ സ്മിത ചേച്ചി. സ്പഖാത്ത. അപ്പൊ ഗൈസ് ഇവിടെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ എന്താ, യേശു മരിച്ചപ്പോ പാറ ഇവിടെ പിളർന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ നമുക്ക് അത് കാണാൻ പോവാം ഗൈസ്. അല്ല, പാറ പിളർന്നു എന്നുള്ളതാണ്. അപ്പൊ ഗൈസ് ഇതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ഗൈസ്. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വെള്ളം ദാഹിക്കുന്ന വിചാരിച്ച് നമ്മൾ ഒരു കുപ്പിയും കൂടി നമ്മുടെ കയ്യിൽ കരുതിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നടന്നു പോവാ. ഇത് നമ്മള് ബസ് ഇറങ്ങിയോടത്തുനിന്ന് 300 മീറ്റർ നടക്കണം ഗൈസ്. 2 കുപ്പിയുണ്ട് ഗൈസ്. 300 മീറ്റർ നമ്മൾ നടന്നിട്ട് വേണം നമുക്ക് എത്തേണ്ട പള്ളിയിലേക്ക് എത്താൻ. അവിടെയാണ് പാറ പിളർന്നത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പൊ എനിക്ക് ഇത്ര അറിയുള്ളൂ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ കേൾക്കാം ഗൈസ്. നമ്മുടെ ടീമിലെ ആളുകളാണ് ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഡാൻസ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ്? നമ്മൾ പോകുന്ന വഴികളിൽ കടകളൊക്കെ ഉണ്ട്. നമുക്ക് കടകളൊക്കെ കണ്ട് പോവാം. അങ്ങേറ്റത്ത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഒരു കട അടച്ചിട്ടേക്കാണ്, എന്തുകൊണ്ടാന്ന് നമുക്കറിയില്ല. അവിടെ മുതലാളി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല ഗൈസ്. നമ്മൾ പോണ വഴിക്കതേ ഇങ്ങനത്തെ കുറെ പ്ലേറ്റുകൾ, നല്ല ഭംഗിയുള്ള പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നല്ല അത്യാവശ്യം നല്ല വിലയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും വാങ്ങാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കണ്ടോ ഗൈസ്, ഞങ്ങൾ മുന്നോട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മുടെ കടലിലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്, നമുക്ക് കണ്ട് പോവാം. ഇത് വിഷറിയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമ്മൾ വിഷറി ഇവിടുന്ന് ആവശ്യമുള്ളവർക്ക് വാങ്ങാം. നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ വാങ്ങുന്നില്ല ഗൈസ്. ഇവിടെ തൊപ്പി, ഷാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെയിൽ കാരണം തലയിൽ വെക്കാം ഗൈസ്. നമ്മളിത് പള്ളിയുടെ ഫ്രണ്ടിൽ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി പോയാൽ മതി, നമ്മളിപ്പോൾ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നടന്ന് പോവാം. ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ കൂടെ വന്നേക്കുന്നതാണ്. നമ്മുടെ കൂടെ എത്ര പേരുണ്ട്? 4 ബസ് ആൾക്കാരുണ്ട്. എത്ര പേരുണ്ട്? ഏകദേശം 216 പേരുണ്ട് ഗൈസ് നമ്മൾ ഈ ട്രിപ്പ് വന്നേക്കുന്നത്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിന്റെ മുമ്പിലെത്തുകയാണ് നമ്മുടെ പള്ളിയുടെ ഉള്ളിട്ട് പോകാൻ. നല്ല അടിപൊളി നീല വെള്ളം പോണ ഒരു സംഭവം നമ്മൾ കണ്ടു ഗൈസ്. നിങ്ങൾ ഇത് കാണുക ഗൈസ്. കണ്ടോ? വേണ്ട, കണ്ടോ? ഇതാണ് സംഭവം. അപ്പത്തെ പാറയ്ക്കിന്റെ അടിയില് കണ്ടോ? അല്ലെ, നല്ല നീല വെള്ളം കാണുന്നത് നോക്കൂ ഗൈസ്. നല്ല അടിപൊളി നീല വെള്ളം ഗൈസ്. ഇത് ഇവിടെ കാണാൻ നിൽക്കുന്ന ആളുകളാണ് ഗൈസ്. നിങ്ങളിത് കാണുക ഗൈസ്. ഇതാണ്. അപ്പൊ നമുക്ക് ഈ വ്യൂ കണ്ടിട്ട് ഇനി മുകളിൽ പോയിട്ട് അടുത്ത വ്യൂ കാണാൻ പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇത് അടിപൊളി വ്യൂ കണ്ടിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഇനി അതിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ ഗൈസ്. പിന്നെ ഇത് കൂടാണ്ട് എൻ്റെ കയ്യിൽ കുറച്ചും കൂടി അടിപൊളി ക്ലിപ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി, അറിയാത്തൊന്നും ഡിലീറ്റ് ആയി പോയി. ഉള്ളത് വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. അടിപൊളി വ്യൂ ആണ്. ഇത് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പോയിട്ട് നമുക്കൊരു കൊക്കയും കൂടി കാണാം ഗൈസ്. വാ ഗൈസ്, നമുക്ക് പോയിട്ട് വരാം. നമുക്ക് ഈ പാറയുടെ മേളിലെ കൂടെ ചവിട്ടി പോവാം. നമുക്ക് കാണാൻ പറ്റണില്ല ഗൈസ്. നമ്മൾ താഴ്ന്നു കണ്ട വ്യൂ ആണിത്. മോളിന്ന് കാണാണ് ഗൈസ്. കൈ പൊട്ടിച്ചാലോ ഗൈസ്? തേനാ ഓ കിട്ടുന്നില്ല ഗൈസ്. നമ്മൾ പൊട്ടിച്ചു ഗൈസ്. നിറച്ച് ഇതിന്റെ കറയുണ്ട്. മേത്തൊന്നാവാൻ നമുക്ക് നോക്കണം. അതിന് എന്റെ ബർത്ത്ഡേ കിട്ടിയ പുതിയ ഡ്രസ്സാണ്. കറയായി കഴിഞ്ഞാൽ എനിക്ക് സങ്കടം ആവണോണ്ടും ഞാനിത് മേത്താക്കാണ്ട് സൂക്ഷിച്ച് കൊണ്ടുപോകണം. അപ്പൊ നമുക്ക്
പോവാം ഗൈസ്. നമ്മൾ ഇറങ്ങുകയാണ് താഴത്തോട്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ഇവിടെ നല്ല തെന്നലുണ്ട് ഗൈസ്. നമ്മളപ്പോ സൂക്ഷിച്ച് ഇറങ്ങണം. അതുകൊണ്ട് ഞാൻ ഫോൺ അടച്ചു വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് എന്തൊക്കെ വ്യൂ കിട്ടണേന്നൊന്നും അറിയാൻ പാടില്ല. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ താഴെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇറങ്ങുവാണ്. ഓ ഗോഷ്, നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. നമ്മൾ ചാടി അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തെത്തി ഗൈസ്. ഇനി നമുക്ക് പിടിക്കേച്ചി നമ്മൾ തിരിച്ചിട്ട് നല്ല വ്യൂ കണ്ടിട്ട് ഇനി നമുക്ക് താഴെ പോയിട്ട് എന്തിട്ട് നോക്കാം. അടുത്ത വ്യൂ കണ്ടിട്ട് വരാം. സെക്കൻഡ് സ്പോട്ടായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് പള്ളിയായിരുന്നു. ഞാനത് വീഡിയോ എടുത്തെങ്കിലും എനിക്ക് അത്ര അടിപൊളിയായിട്ട് കിട്ടിയില്ല. എന്നാൽ കിട്ടിയ പോലെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന ഞാൻ ഈ വീഡിയോ ആയിരിക്കും. കാരണം ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അത് നമുക്ക് പോവാം. നമുക്ക് ഈ വ്യൂ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചത് ബിജോയ് കുട്ടി എന്ന് പറഞ്ഞ ചേട്ടനാണ്. നമ്മൾ രണ്ടുപേരും കൂടി ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ബാക്കി നമ്മുടെ കൂടെ വന്നവരൊക്കെ താഴത്തെ വേറെ വ്യൂ കാണാൻ നിൽക്കാണ്. ഇത്രയും നല്ല വ്യൂ അവർക്ക് കിട്ടിയിട്ടില്ല. അവർ വീഡിയോ ഇറങ്ങുമ്പോഴായിരിക്കും വ്യൂ കാണുന്നത്, എന്റെ വീഡിയോ കാണാണെങ്കിൽ. അപ്പൊ നമുക്ക് നടന്നു പോവാൻ കഴിയും. നല്ല പാറയൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിറങ്ങാം. പിന്നെ നമ്മൾ ഇവിടെ വന്നതിന്റെ ഒരു ഓർമ്മയ്ക്ക് 2025 ജൂൺ 29 നമ്മളിവിടെ വന്നതിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ ഒരു പൈൻ കായ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ പൊട്ടിച്ച് നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. നല്ല ചെറുള്ള കായ. അപ്പൊ നമുക്ക് നടന്നു പോവാം ഗൈസ്. നല്ല ചൂടുണ്ട്, എന്നാലും നമുക്ക് ഇതൊക്കെ കാണാനുള്ളതുകൊണ്ട് ചൂടൊന്നും നമുക്ക് ഒരു വിഷയമല്ല ഗൈസ്. ഇനി നമുക്ക് താഴെ എത്തിയിട്ട് കാണാം. ഇതെന്നാ നമുക്കിനി താഴത്തെ വ്യൂ കണ്ടിട്ട് വരാം ഗൈസ്. ഓ മൈ ഗോഷ്. പോയിട്ട് നമുക്കൊരു വീണ്ടും ഇവിടുന്ന് നമ്മൾ മോളിന്ന് കണ്ടു. പക്ഷെ മോളിന്ന് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് തോന്നണല്ലേ? നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് താഴത്തുനിന്ന് നമുക്ക് വ്യൂ ഒന്നും കൂടി കാണാം, പാറ പിളർന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഗൈസ് ദേ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോവാണ്. മോളിൽ നിന്ന് കണ്ട് വ്യൂ നമുക്ക് ഒന്നും കൂടി കാണാം. ദേ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ദേ ഇതുപോലെ ദേ മോളിൽ നിന്ന് കണ്ടു ഗൈസ്. ഇതിന്റെ ഉള്ളിലേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. നമ്മള് മോളിൽ വെച്ച് കണ്ടത് ഗൈസ്. നമുക്ക് ഇതിൽ കൂടെ ഇറങ്ങി പോവാം. നമ്മൾ മോളിൽ നിന്ന് കണ്ടാണ്, എന്നാലും നമുക്ക് ഒന്നും കൂടി കാണാം ഗൈസ്. നമുക്ക് ദേ പോവാം. കുറച്ച് പോണമെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. കൊറേ പോണം തോന്നണു. പോയി കണ്ടു വന്നവരാണ് ഇവരൊക്കെ. നമുക്ക് പോയി കാണാം ഗൈസ്. നമുക്ക് ഇതിലൂടെ പോവാം ഗൈസ്. അപ്പൊ ദേ അച്ഛനോടെ മോളിൽ നിൽക്കണ്ട് ഗൈസ്. നമുക്ക് പോവാം ഗൈസ്. നടന്ന് പോവാം ഗൈസ്. ജോബിച്ച ഒരു ഹയറിനോ ഒന്നും കൂടി. നമുക്കൊന്നും കൂടി അവിടെ പോവാം ഗൈസ്. വീണ്ടും നമ്മൾ മോളിൽ നിന്ന് കണ്ട വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. മോളിൽ നിന്ന് കണ്ട വ്യൂ ഇവിടെ കാണുന്നു വീണ്ടും. ഇത് അപ്പൊ ഗൈസ് നമുക്ക് ഒന്ന് ഇതിന്റെ മേലിൽ കയറാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഉരുണ്ട് മോളിൽ താഴെ വീഴാനൊന്നും നമുക്ക് അറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്താം. എനിക്ക് പറ്റില്ല, റിസ്ക് എടുക്കാൻ പറ്റാതെ ഒന്നറിയില്ല കേട്ടോ ഗൈസ്. ഒന്ന് നോക്കി നോക്കാം ആരാണൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആഗ്രഹിക്കാത്തത്. അപ്പോൾ ഗൈസ് നമ്മുടെ സെക്കൻഡ് സ്പോട്ടിലെ കറക്കൂടെ കഴിഞ്ഞേക്കാണ്. നെക്സ്റ്റ് നമുക്ക് ബീച്ചിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ദേ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇനി കുറച്ച് നടക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ക്ഷീണിച്ചു. അതുകൊണ്ട് ഇനി വീഡിയോ എടുക്കാനുള്ളൊരു എന്താ ഒരു ഇതില്ല, ശേഷിയില്ല. അതുകൊണ്ട് നമുക്ക്
വണ്ടിയിൽ എത്തിയിട്ട് ഞാൻ ജസ്റ്റ് എനിക്ക് പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൽ പോകുന്നത് കാണാം ഗൈസ്. ബൈ ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ റെഡിയായി, നമ്മളിനി ബീച്ചിലേക്ക് പോകാൻ പോകണം. നമ്മൾ ബീച്ചിൽ പോകാനുള്ള ഔട്ട്ഫിറ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീച്ചിലെത്തിയിട്ട് കാണാം. നമ്മൾ ലേറ്റായി, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നിന്നപ്പോൾ കുറച്ച് ലേറ്റായി. നമുക്കിനി വേഗം പോകണം കേട്ടോ ഗൈസ്. കാരണം നമുക്ക് അധികം സമയമില്ല. നമുക്ക് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് 7:30 ആകുമ്പോഴേക്ക് എത്തണം. ഇപ്പം തന്നെ 4 മണി കഴിഞ്ഞു. നമുക്ക് ആകെ 1.5 മണിക്കൂർ ആകെ സമയമുള്ളൂ. അതുകൊണ്ട് നമ്മൾ വേഗം പോയിട്ട് വേഗം വന്നോട്ടോ ഗൈസ്. എനിക്ക് ബീച്ചിലെ വേറെ വ്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ കിട്ടിയത് ഞാൻ എടുത്തിട്ട് കേസ് നമ്മുടെ പ്രൈവറ്റ് ബീച്ചിൻ്റെ ഏരിയയാണ്. നമ്മൾ ഈ വഴി കൂടെ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് കുറച്ച് പോർഷൻ എടുത്തിട്ട് കേസ് നമുക്ക് തുള്ളലിലേക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബൈ കൊടുക്കും എല്ലാവരും. ബൈ കൊടുക്കും. ബൈ 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 വരെ എല്ലാവരും. ബൈ 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 ഗൈസ്. ഗൈസ് നമ്മുടെ ട്രിപ്പ് ഇവിടെ അടിപൊളിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ.